ഇന്നത്തെ കാലത്ത് ഷുഗർ, BP, കൊളസ്ട്രോൾ രോഗികളില്ലാത്ത വീടുകൾ കുറവായിരിക്കും. അതിനാൽ തന്നെ മിക്കവാറും വീടുകളിൽ അത്താഴം ഗോതമ്പ് കൊണ്ടുള്ള എന്തെങ്കിലും ആയിരിക്കും. അതിൽ കൂടുതലും ചപ്പാത്തിയാണ് ഉപയോഗിക്കുന്നത്. മിക്ക വീടുകളിലും രാത്രി ചപ്പാത്തിയാണ്. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റൻറ്റ് ചപ്പാത്തിയെ ആശ്രയിക്കുന്നവർ ഇന്ന് ഏറെയാണ്. മാത്രമല്ല, തിരക്ക് പിടിച്ച ജീവിതത്തിൽ മാവ് കുഴച്ച് പരത്തിയെടുത്ത് ചപ്പാത്തി ഉണ്ടാക്കാനും മിക്കവർക്കും സമയം ലഭിക്കുകയില്ല, ആരും മെനക്കെടാറുമില്ല. അതുകൊണ്ട് മിക്ക വീടുകളിലും ഈ ഇൻസ്റ്റൻറ്റ് ചപ്പാത്തി, അതായത് ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പകുതി വേവിച്ച ഹാഫ് ബോയിൽഡ് ചപ്പാത്തിയാണ് പതിവായി വാങ്ങിക്കുന്നത്. എന്നാൽ വീട്ടിൽ പൊടിക്കുന്ന മാവ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ചപ്പാത്തിയേക്കാളും കടയിൽ നിന്ന് മാവ് വാങ്ങി ഉണ്ടാക്കുന്ന ചപ്പാത്തിയേക്കാളും ഇൻസ്റ്റൻറ്റ് ചപ്പാത്തിക്ക് ഏറെ ദോഷഫലങ്ങളുണ്ട്. ഇതാരും ശ്രദ്ധിക്കുന്നില്ല. അതിന് രുചിയുമുണ്ട് കേട്ടോ. അന്നന്ന് ഉണ്ടാക്കുന്ന പച്ച ചപ്പാത്തിയല്ല കടകളിൽ കാണുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് മാവ് കുഴച്ച് പരത്തിയവയായിരിക്കും പ്ലാസ്റ്റിക് പാക്കറ്റുകളിലാക്കി കടകളിൽ വെച്ചിരിക്കുന്നത്. ഇത് ദിവസങ്ങളോളം കേടാകാതിരിക്കാൻ ചേർക്കുന്ന പ്രിസർവേറ്റീവുകൾ ആരോഗ്യത്തിന് വളരെ ഹാനികരമാണ്. പ്രിസർവേറ്റീവിനൊപ്പം മാവിൽ ചേർക്കുന്ന മറ്റ് 2 പദാർത്ഥങ്ങളും വലിയ അപകടകാരികളാണ്. ബേക്കിംഗ് സോഡ, വനസ്പതി പോലുള്ള ഹൈഡ്രോജനേറ്റഡ് ഫാറ്റ് മാവിൽ ചേർക്കുമെങ്കിൽ ഇവ പാക്കറ്റിൽ അടയാളപ്പെടുത്താറില്ല, പാക്കറ്റിൻ്റെ പുറത്ത് എഴുതാറില്ല. പാക്കറ്റ് ചപ്പാത്തി ചൂടാക്കുമ്പോൾ തന്നെ പൊങ്ങി വരുന്നത് അതിൻ്റെ കാരണം ഇവ രണ്ടുമാണ്. ഹാഫ് കുക്കഡ് ചപ്പാത്തിയിൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് അനുവദിക്കുന്ന പ്രിസർവേറ്റീവ് സോർബിക് ആസിഡാണ്. ചപ്പാത്തി പരത്തി 4 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഇത് 15 ദിവസം വരെ കേടാകാതെ ഇരിക്കും. പൊതിഞ്ഞ് വേണം ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടത്. അതേസമയം കാൽസ്യം പ്രൊപ്പണേറ്റ് എന്ന പ്രിസർവേറ്റീവ് അൾസറിനും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും വരെ കാരണമാകാം. അതിനാൽ പാക്കറ്റ് ചപ്പാത്തി വാങ്ങുമ്പോൾ അതിൽ അടങ്ങിയിട്ടുള്ള പ്രിസർവേറ്റീവുകൾ ഏതെന്ന് വായിച്ച് മനസ്സിലാക്കണം. അത് വളരെ പ്രധാനമാണ്. ഇതൊക്കെ വായിച്ച് നോക്കിയിട്ട് മാത്രമേ പാക്കറ്റ് ചപ്പാത്തികൾ വാങ്ങാവൂ. എല്ലാ ചപ്പാത്തികളിലും ഈ അപകടം ഉണ്ടാകില്ല. ചില കമ്പനിക്കാരുടെ ചപ്പാത്തികളിലാണ് ഇത് കണ്ടുവരുന്നത്. നമ്മൾ ചെയ്യുന്നത് എന്താ? കടയിൽ ചെന്ന് അവിടെ കാണുന്ന പാക്കറ്റ് വാങ്ങിക്കൊണ്ട് പോരും, ഒന്നും നോക്കാറില്ല. നമുക്കെല്ലാം വേണ്ടത് എളുപ്പത്തിൽ കാര്യം സാധിക്കണം. ആർക്കും സമയമില്ല.